അല്ല കേസ് കുഞ്ഞാനാണ്. കുറേ ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ട് ദിവസത്തിൽ ഇപ്പോൾ ഒരാഴ്ചയിലപ്പുറമായി. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ വിശ്രമത്തിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിക്കുക. അപ്പോൾ ഈ എർണിയയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ പട്ടാമ്പിയിൽ ഗവൺമെൻറ് ആശുപത്രി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചാരിക്കണം ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം. ഗവൺമെൻറ് ആശുപത്രിയിൽ നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ സിബിൻ ഷാ. വേദന ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും സഹിക്കണം. ഓപ്പറേഷനാണ് ചിലപ്പോൾ സമയം 2 മാസം കാത്തിരിക്കേണ്ടിയിരുന്നുള്ളൂ ഓപ്പറേഷനൊക്കെ സമയം ഡേറ്റ് കിട്ടാൻ. കാരണം അത്രയും തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് ചെയ്ത്. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങൾ നടക്കുകയാണല്ലേ. കണ്ടില്ല, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എഞ്ചിനീയർ ചെന്നപ്പോൾ ഡോക്ടർമാർ നഴ്സുമാർ അനങ്ങാതെ കടന്നു പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ പ്രശ്നമുള്ളവരുണ്ട്. ചില വ്യക്തികൾ പ്രശ്നമാക്കുന്നത് നമ്മൾ എല്ലാവരും മൊത്തത്തിൽ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്കത് കാണാൻ പറ്റുള്ളൂ ചില വ്യക്തികളിൽ. അപ്പോൾ നമ്മളെ പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ഓപ്പറേഷത്തിനൊക്കെ പോയി നല്ല ഡോക്ടറാണ്. നല്ല സുഖമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പക്ഷെ നമ്മൾ ഈ രക്തം ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ നമ്മൾ അവിടുന്ന് ചെയ്തിട്ട് വലിയ ഇതില്ല. ഈ രക്തം ടെസ്റ്റ് ചെയ്യൽ അതിപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറയും നിങ്ങൾ പുറത്തുനിന്ന് ചെയ്തോളൂ, അതാ നല്ലത് എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലൊന്നും ഇപ്പം നമ്മൾ പറയണ്ടല്ലോ. രക്തം ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കല്ല ചെയ്യുക. ബാക്കി ഡോക്ടറെ കാണിക്കുന്ന നല്ല ഡോക്ടറുണ്ട് അവിടെ, സിബിൻ ഷാ ഡോക്ടർ, നല്ല ഡോക്ടറാണ്. മൂപ്പരെടുത്ത് കൊടുത്താൽ ഇപ്പോൾ ഓപ്പറേഷൻ കാലം ഡേറ്റൊക്കെ മൂപ്പര് തരും. ഞാനൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്ത്. ഇപ്പം എൻ്റെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പ്രദേശമൊക്കെ അങ്ങനെ മാറൽ തുടങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ചെയ്യാനുള്ളവരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും പോകണം ഓപ്പറേഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്തോളി എന്ന് പറയാം. നല്ല പരിചരണം, നല്ല മരുന്ന്. നമ്മൾ ചിലതൊക്കെ പുറത്തുനിന്ന് പഠിക്കേണ്ടിയിരുന്നു, മാത്രം ചിലതൊന്നും അവിടെ ഉണ്ടാവില്ല, കുറച്ചൊക്കെ കിട്ടും. വിലപിടിപ്പുള്ളതൊക്കെ നമ്മൾ അധികം പുറത്തുനിന്ന് പഠിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ആശ്വാസമാണ്. പുറത്ത് നമ്മൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 45,000 50,000 വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു 4-5 ഉറുപ്പോളം ഇപ്പോൾ ചിലവായിട്ടുള്ളൂ നമുക്ക് അപ്പാടെ ചിലവ് വന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയിക്കോളി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ പറഞ്ഞു തരാണ്. നല്ല ഇതും കാര്യങ്ങളൊക്കെയാണ്. പറ്റുന്നവർക്ക് പോവാം. ഓപ്പറേഷൻ ഉള്ളവർക്ക് കിട്ടാവില്ല, വെറുതെ അല്ല പറയണത്. ഓപ്പറേഷൻ കാര്യങ്ങൾ കയറിനേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിക്കോളി. അപ്പം അങ്ങനെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അന്നൊക്കെ ഇപ്പോൾ ഒരാഴ്ചയായി, ചൊവ്വാഴ്ച അല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത്. നല്ല വേദന കേട്ടോ. പിന്നെ കുത്തിവെപ്പ് ധരിപ്പിക്കലൊക്കെ കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്ക് നല്ല വേദനയാണ്. ധരിപ്പിക്കലിൻ്റെ അത് കഴിഞ്ഞ് 5-6 മണിക്കൂർ ഉണ്ടാവും. 6 മണിക്കൂറൊന്നും ആയിട്ടില്ല, ഒരു 4 മണിക്കാകുമ്പോഴേക്ക് തുടങ്ങി വേദന. തിരിയാനും പറ്റില്ല, മറിയാനും പറ്റില്ല. കാരണം മൂത്രത്തിലൊക്കെ ട്യൂബ് ഇട്ടിക്കല്ലായിരുന്നു. ആ ട്യൂബ് ഇട്ടിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഉണ്ടൊരു വേദന. ഇല്ലാത്ത വേദന ആക്കളെ. അപ്പോൾ വേദന നമ്മളെന്തായാലും എവിടുന്നായാലും നമ്മൾ സഹിക്കണം. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയിക്കോളി ഗവൺമെൻറ് ആശുപത്രിക്ക്. പട്ടാമ്പിയിൽ കേട്ടോ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയില്ല. പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ നല്ല ചികിത്സയാണ്, നല്ല പരിഗണനയാണ്. നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വന്ന് 2-3 ദിവസം വന്ന് നോക്കിക്കണു. പിറ്റേ ദിവസം ഡോക്ടർ വന്നിക്കണു. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പറ്റുന്നവരൊക്കെ പോയിക്കോളി ഗവൺമെൻറ് ആശുപത്രിക്ക്. വെറുതെ പുറത്ത് നമ്മൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് കുറേ പൈസ കൊടുക്കണം, അല്ലാതെ അങ്ങോട്ട് പോയിട്ടേ ചെയ്യലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കോളി പറ്റുന്നവരൊക്കെ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിൽ ഇരിക്കുകയാണ്. ഈ വിശ്രമത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞമാർക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ, കുടിയത്തെ കാര്യങ്ങളും മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു ചിലവ് തന്നെയല്ലേ. അപ്പോൾ രണ്ടാമതും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ച വന്ന് പിന്നെ വെള്ളിയാഴ്ച പെണ്ണുങ്ങൾ പറയലോടെ നിങ്ങൾ പണിക്ക് പോയിക്കോളി, ഇവിടെ എന്നാൽ ശരിയാവില്ല. എന്നെ കൊണ്ട് ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഞാൻ പണിക്ക് പോകൂലേ. പണിക്ക് പോകാൻ വയ്ക്കണ്ടേ. ഇതൊക്കെ തുന്നി വെട്ടാണ്ടി ഉണങ്ങാണ്ടി നമ്മളെങ്ങനെ പണിക്ക് പോകാൻ പണി. പിന്നെ നമ്മൾ പിന്നെ അതുകൊണ്ട് സ്വീപ്പാവില്ലേ. ഓള് ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഓള് പറയാണ്. ഓള് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് ഫീസ് കൊടുക്കാറായി. ജനുവരിത്തെ ബസ് ഫീസ്, ഡിസംബറിലെ ബസ് ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല. ടീച്ചർമാർ ചോദിക്കൽ തുടങ്ങിക്കണമെന്ന് പറഞ്ഞു.
അവർ ചോദിക്കാതിരിക്കില്ല, അവൾക്ക് ഇത് കിട്ടിയിട്ട് വേണ്ട നമ്മളെ കാര്യങ്ങൾ നിർത്തുന്നത്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി കണ്ട് പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടുതൽ. നമ്മൾ ആരോടും പൈസയും കാര്യങ്ങളൊന്നും ചോദിക്കണില്ല. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി നിങ്ങൾക്ക് പറ്റണ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളൊന്ന് സഹായിക്കുക. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പൈസ ഒന്നും സഹായിക്കണം നമ്മൾ പറയണില്ല. അങ്ങനെ നമ്മൾ സഹായിക്കുക. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ പ്രശ്നം. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനത്തെ ഒന്നും പറയണില്ല. നമ്മൾ പറയണത് എന്തുകൊണ്ടാണ്, അത്രയും നമ്മൾ വിഷമങ്ങൾ കൊണ്ടാണ് പറയണത്. അപ്പോൾ ഓപ്പറേഷത്തിന് അന്ന് പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് പോകണത്. കരഞ്ഞിട്ട് പറഞ്ഞാൽ പുറത്ത് വന്നിട്ട് പൈസ ഇല്ലാതിട്ട് കുടിയിൽ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളെയും കാത്തിക്കണം, മാറ്റണം കാത്ത്. അത്രയും സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നത് പൈസ ഇല്ലായിട്ട് പോകണ സമയത്ത്. അങ്ങനെ ഞാൻ കരഞ്ഞ് താഴത്ത് നിൽക്കാൻ പറ്റണ്ട, മേലേക്ക് കയറി പോകുന്നു. കുറച്ച് നേരം കരഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മേപ്പെട്ട് കയറി പോകുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ താഴത്ത് പോയി. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പൈസ ഒന്നുമില്ല, ചെറിയ പൈസ ഒക്കെ ഉള്ളു, എന്താ ഇപ്പം ചെയ്യണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ആവും, അവിടെ പോട്ടെ എന്നോട് പോകാൻ നിൽക്കുന്നു. ഇപ്പം അമ്മ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചു തന്നു. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കാറ്, പിന്നെ നമ്മളെങ്ങനെ അവരോട് ചോദിക്കുക വെച്ചിട്ട് ഞാൻ ചോദിക്കാറൊന്നും പോയില്ല. പഠിച്ചൊരു വഴി കാണിച്ചു തരുമല്ലോ വെച്ചിട്ട്. അപ്പോൾ ആ വഴി കാണിച്ചെന്താണ് ഞാൻ പോണ സമയത്ത് ഉമ്മാരുടെ രൂപത്തിൽ പഠിച്ചോ വന്ന് കാരണവരിൽ നിന്ന് ചോദിച്ചു തന്നു. എല്ലാവർക്കും കൊടുക്കണം, തിരിച്ചു കൊടുക്കണം എന്നുള്ള പൂജയൊക്കെ ഉണ്ട്. തിരിച്ചു കൊടുക്കണം, കൊടുക്കും ചെയ്യും ജീവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോണത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ കടം കള്ളിയൊക്കെ ആയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോണത്. ഇതൊന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആരൊന്നും വിചാരിക്കണ്ട. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ അത് ഗ്രൂപ്പിലിട്ടിട്ട് പിന്നെ വഷളാക്കാൻ നിൽക്കരുത്. ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെയ്ത് എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാം, നമ്മൾ കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തിട്ട് അങ്ങനെ സഹായിച്ചാൽ മതി. അല്ലാതെ ആരും കളിയാക്കിയിട്ട് സഹായിക്കരുത് പ്ലീസ്. അത്രേ പറയണം. പരിഹസിക്കരുത്. എന്താണ് കടം, എന്താണിത്, അങ്ങനെ പരിഹസിക്കരുത്. പറ്റുന്നവർക്ക് പറ്റുന്ന പോലെ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായി വിളിച്ചിട്ട് ഒരു സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനിട്ട് പറ്റുമെങ്കിൽ നമ്മളോട് സഹകരിക്കുക. അല്ലാത്തൊരു വീഡിയോ കണ്ട് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാണ്ട്, ഈ പറഞ്ഞ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നല്ലെങ്കിൽ നാളെ കൊടുക്കണ്ടേ. കൊടുക്കാനൊരു വഴി പറഞ്ഞ വല്ലാത്ത ആദ്യ വഴിയാണ് ഇപ്പോൾ മുമ്പിൽ കിടക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒന്നും പുറത്തിട്ട് കൊടുക്കാൻ വയ്ക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്താൽ നടക്കും. ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടുന്ന പ്രശ്നങ്ങളല്ല. പെട്ടെന്ന് തീർത്താൽ തീർന്ന പ്രശ്നങ്ങൾ. പൈസ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ, വേറൊരു പ്രശ്നമില്ല. പൈസ കിട്ടിയാൽ ഒക്കെ റെഡിയാവും. പക്ഷെ അത് പൈസ ആയിട്ട് തന്നെ കിട്ടണം. അല്ലാതെ അവിടെ നിന്ന് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കിട്ടിയാലൊന്നും ഒന്നും ആവില്ല. പൈസ ആയിട്ട് തന്നെ കിട്ടണം, എന്നാൽ ഒക്കെ റെഡിയാവും. പൈസ ഇല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്ക് നല്ലോണം അറിയാം. നമ്മൾ നല്ലോണം അനുഭവിച്ച ആളാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ പറഞ്ഞത് എനിക്ക് രക്ഷപ്പെടണം, അതേമാതിരി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സഹായിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അവർക്ക് എത്തിയിട്ടില്ല. അത് എത്താൻ ആർക്കും താല്പര്യമില്ല. കടം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അതേക്കാണ് പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിലല്ലേ ഇപ്പം നമ്മളെ സഹായിച്ചിട്ട് പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം അങ്ങനത്തെ ആൾക്കാരില്ല ലോകത്ത്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും ഇല്ല. നമ്മൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നമുക്കിപ്പോൾ അത് പറയാണ്ട് ഇരിക്കാൻ വയ്യ. കാരണം പറച്ചിൽ കേട്ടിട്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു കാര്യമല്ലേ. നമ്മളങ്ങനെ പറഞ്ഞിട്ട് പറ്റുന്നവർ ചെയ്യട്ടെ. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പറ്റുന്നവർക്ക് നല്ല മനസ്സുള്ളവരൊക്കെ ചെയ്യട്ടെ. അല്ല അപ്പം എന്താ ഇപ്പം നമ്മൾ കാട്ടുന്നത്? നമ്മളെ കൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെയാണ് പറയാനും ചെയ്യാനും പറ്റുള്ളൂ. വലിയൊരു സംഖ്യ കൊടുത്തിട്ട് നമ്മളെ സഹായിക്കാനും നമ്മളൊരാളും പറയണില്ല. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോണൊക്കെ പാടാം. അപ്പം പറയുന്നത് കൊണ്ടൊന്നും ആരൊന്നും വിചാരിക്കരുത്. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാത്തിനും ആദ്യം ബുദ്ധിമുട്ടിലാണ് പോണത്. അപ്പം അതാണ് നമ്മൾ ഈ പറയണത്. അപ്പം എല്ലാവരും വീഡിയോ പരമാവധി എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരും നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും തരണ്ട. നമ്മൾ പിന്നെയും പറയുകയാണ്, നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് ഇതാക്കിയാൽ മതി. നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് സഹായിക്കണം എന്നുള്ള പൂതിയുണ്ട്. ആ പൂതിയൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളെ ഒരാൾ എല്ലാവരും സഹായിക്കണം. നമ്മളെ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പിൽക്ക്. അപ്പം ഇന്നലെ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ജ്യേഷ്ഠനും ഉമ്മയൊക്കെ വേറെ വഴിക്ക് പോവുക.
അപ്പോൾ ഞാനപ്പോൾ ഗുളിക കുത്തിരിക്കല്ല. അപ്പം എൻ്റെ കുട്ടികൾ അവിടെ ഇരിക്കുക. അപ്പം എന്നോട് എൻ്റെ മൂത്ത കുട്ടിനെ കൊണ്ടുപോയി എൻ്റെ കുട്ടി ചോദിക്കും, ചെറുത് ചോദിക്കുകയാണ്, ഇപ്പം നമ്മളെന്താ ഓർക്കും പോകാത്ത, നമ്മളെന്താ ഒരു കൊണ്ടുപോകാത്തത്, ഞാൻ എന്താണ് ആ കുട്ടിനോട് മറുപടി പറയാൻ നിങ്ങൾ പറയും? നമ്മൾ പോലെ കുറ്റം പറയില്ല. പോലും ഇപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ ഉള്ള ആളുണ്ട്. എന്താ ഞാൻ ആ കുട്ടിനോട് മറുപടി പറയാം? അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ നമ്മളെത്തൊന്നും ഇല്ലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ നടക്കുന്നത്. അതിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുക്കലൊക്കെ പോകാമല്ലോ. അപ്പം അത് പോകാനില്ലാത്ത സംഗതിയാണ്. ഒക്കെ പ്രശ്നം, എല്ലാത്തിനും പ്രശ്നം പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും വിഷയമുള്ള കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും പേടിക്കണ്ട, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നടക്കുക, നമ്മളെ ഇഷ്ടം പോലെ ചെയ്യുക കാര്യങ്ങൾ. അപ്പം മക്കൾക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാകാൻ പാടില്ലല്ലോ. മക്കൾക്ക് നല്ല രീതിയിൽ മക്കളെ കൊണ്ടുവന്നാലും മക്കളെ നമ്മളെ സ്നേഹിക്കുള്ളൂ. അപ്പം എല്ലാവരും സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് എല്ലാവരും പെരുമാറുക, എല്ലാവരും കണ്ടു നിൽക്കുക. ഞാൻ പിന്നെയും പറയുന്നു, പൈസ തന്നെ നമ്മളാരും സഹായിക്കണ്ട. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ എണ്ണടിച്ച് അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ അപ്പോൾ അതിന് കുടുംബക്കാർ തലെടുത്ത് വരും, പെണ്ണുങ്ങൾ തലെടുത്ത് വരും. എന്നാൽ പെണ്ണുങ്ങളെ കൊണ്ട് നിൽക്കുകയാണെന്തെങ്കിലും വയ്ക്കും, അതില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുമില്ല. എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഇപ്പം എന്ത് പറയാനും പറ്റില്ല. അപ്പം വരും കുടുംബക്കാർ. സോഷ്യൽ മീഡിയയിൽ ആ വൈക്ക് വിട്ടിട്ട് അതിൻ്റെ വൈക്ക് പറഞ്ഞയക്കാന്നല്ലാണ്ട് ഇത് എന്തിനും നമ്മൾ കൈയടത്തിയിട്ട് മറ്റുള്ളവരങ്ങനെ തൊഴിലും കെടുത്തി നടന്നാൽ അങ്ങനെ ശരിയാകും. സോഷ്യൽ മീഡിയ ആ വൈക്ക് വിടുക, അതുപോലെ എന്താ വെച്ചാൽ എൻ്റെ വൈക്ക് നോക്കിക്കോട്ടെ, എന്താ പറയണ വെച്ചാൽ വൈക്ക് വിടുക. ഇത് എന്തെങ്കിലും പറയുമ്പോൾ മാത്രം കുടുംബക്കാരുണ്ടാകുക. ചില സമയത്ത് കുടുംബക്കാരെന്നില്ലെങ്കിൽ നല്ല സുഖം. ഇതിൻ്റെ പാറയും പൊട്ടി മുളച്ചിക്കാണെങ്കിൽ നല്ല സുഖമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഭ്രാന്താക്കിയിട്ട് ചില സമയത്ത് അങ്ങനെയൊക്കെ വിചാരിക്കും. കുടുംബക്കാരെന്നില്ലെങ്കിൽ നല്ല സുഖം. പാറയും പൊട്ടി മുളച്ചിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ആ കോലത്തിലൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇത്രയും മനസ്സ് വിഷമിച്ചിട്ട് ഓരോ ദിവസവും കടന്നു പോകുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. ജീവിത സാഹചര്യങ്ങളും കുട്ടികളുടെ ഫീസ് കൊടുക്കലും ബസ് ഫീസ് കൊടുക്കലും അങ്ങനെ ഓരോരോ 150 കൂട്ടം പ്രശ്നത്തിൽ കൂടെയാണ് സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പം അതാണ് നമ്മളിങ്ങനെ ഞങ്ങളോട് വന്നിട്ട് ഇങ്ങനെ പറയണത് തന്നെ. പറയണത് എന്താ പറയണത്, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് എല്ലാവരും ഒന്ന് കാണുക, പരമാവധി കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പറയുമ്പോഴേക്കും ആരും തലയും നിർത്തി വരേണ്ട കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കുടുംബക്കാരാണ്, ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ആ മാനം പോയി, ഇവിടെ ഈ മാനം പോയി. അങ്ങനെ പറയാൻ നമുക്ക് തന്നെ ഒരു ഭ്രാന്താണ്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാ മാനവും പൈസ ഉണ്ടെങ്കിൽ മേടിച്ചാൽ കിട്ടും. പൈസ ഉണ്ടെങ്കിൽ ഒരു തേങ്ങയും മേടിച്ചാൽ കിട്ടൂല. ഒക്കെ വെറുതെ. എല്ലാത്തിനും മുമ്പന്തിയിൽ പൈസയാണ്. പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. നമ്മളിപ്പോൾ അനുഭവത്തിൽ കൂടെ പറയണം. ഈ കുടിയും കുത്തിരിമുക്കൊക്കെ അറിയണമല്ല പൈസക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വീട്ടു ചിലവ് നടക്കണം, കുട്ടികളുടെ പഠിപ്പ് നടത്തണം, നമുക്ക് ഓരോ പരിപാടികളിലെത്താ കൂറിയും താറിയും ലോണും പറഞ്ഞമാർക്ക് എല്ലാ ഇപ്പോൾ പ്രശ്നമായിട്ട് പെൻഡിങ്ങിലായി കിടക്കും. ഒക്കെ പാടെ തലക്കുമേലെ വന്ന് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ വിവരം അറിയുള്ളൂ. ഇനിയിപ്പോൾ ഒക്കെപ്പാടെ ഒന്നേന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നൊരു കൊടുത്തുമില്ല. ഇതിൽ കൂടെ രക്ഷപ്പെടാൻ നോക്കാൻ പറ്റുമെങ്കിലുള്ള നോട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൂടെ എങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനാണ് ഓരോന്നും നമ്മളിങ്ങനെ പറയണത്. അല്ലാതെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാനോ കുടുംബക്കാരെ തകർക്കാനോ കുടുംബക്കാരോട് വാശി പിടിച്ചിട്ടോ അങ്ങനെ ഒന്നും നമ്മൾ പറയണില്ല. ഈ കാര്യത്തിൽ മാത്രം കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരും വരാഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കടന്നു, എത്ര ആൾക്കാർ നമ്മളിതൊക്കെ വന്നു, എത്ര ആൾക്കാർ നമ്മൾ വിവരം അന്വേഷിച്ചു, ഒക്കെ നമുക്കറിയാം. ചില കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരും നടക്കരുത്. അന്വേഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുക, എല്ലാ കാര്യവും അന്വേഷിക്കുക. ചില കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം അന്വേഷണം അതൊന്നും നന്നല്ല. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കും. കുറ്റപ്പെടുത്താനായിട്ട് അന്വേഷണം ചെയ്യാൻ നടത്തുന്നത്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം അന്വേഷിക്കരുത്. നമ്മൾ കടന്നു പോയാൽ നമ്മൾക്ക് ആരുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഏകദേശമൊക്കെ ഉറപ്പിച്ചു വെക്കും. എത്ര ആൾക്കാർ ഇപ്പം നമുക്ക് വിളിച്ചു എന്നുള്ളത്, എത്ര നമ്മളിത് വന്നോ എന്നുള്ളത് വരാത്ത പോട്ടെ, വിളിക്കെങ്കിലും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, അതിൽ കടന്നു പോയിട്ടോ മുണ്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഇതും ഉണ്ടാവും. അപ്പോൾ അതാണ്, ആര് കടന്നാലും ആരൊക്കെ നമ്മളെപ്പോൾ ഉണ്ടാവുന്നു, ആരൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളത് നമുക്ക് നല്ലോണം ബോധ്യം വന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കടത്തത്തിൽ. അപ്പം ഇനിയിപ്പോൾ അതിലിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരമാവധി നമ്മൾ പറയണത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി നിങ്ങൾക്ക് പറ്റണ ഷെയർ ചെയ്തോളൂ. പറ്റണ എത്രയോ നല്ല വീഡിയോകളുണ്ടല്ലോ, അത് ഷെയർ ചെയ്യാമല്ലോ. കാണാത്തതാണെങ്കിൽ, കാണാൻ പറ്റാത്തതാണെങ്കിൽ ആരും കാണണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊക്കെ കൂടിക്കൊണ്ട് തടിയൊക്കെ ഒന്ന് കുറക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പം ഇനി തടിയൊക്കെ ഒന്ന് കുറക്കണം.
അപ്പം അതിനും വേണ്ടപ്പോൾ ഈ പറഞ്ഞമാർക്ക് അപ്പം ഇതൊക്കെ വെച്ചിട്ട് തടിയൊക്കെ ഒന്ന് കുറക്കും, ജിമ്മൊക്കെ എടുത്തിട്ടേ തടിയൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി നോക്കണം. വെച്ചാൽ ജിമ്മെടുത്ത് തടി കുറയില്ലേ, ഓടാനും ചാടാനൊക്കെ പറയണത്. നമുക്കിപ്പോൾ ഇനി എന്തിനൊക്കെ സമയം കിട്ടുകയെന്ന് അറിയില്ല. പഴയ പരിപാടിയൊക്കെ ഇപ്പം ഇനി നടക്കുകയാണോ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കണം. പിടിയത്തെ പണിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ടേ വേറെ എന്തെങ്കിലും പണി നോക്കന്നെ വേണം. പിടിയപ്പണി ലേശം റിസ്ക്കാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാം പാടാം. അപ്പോൾ എല്ലാവരും നമ്മൾ പറയണത് എന്താണെന്ന് വിചാരിച്ചിട്ടൊന്ന് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പറയുന്നതുകൊണ്ടൊന്നും ആരൊന്നും വിചാരിക്കും വേണ്ട, ആരും സങ്കടപ്പെടണ്ട, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടങ്ങാക്കാനുള്ള വർത്താനമല്ല. പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരിക. ബാക്കിയുള്ള വർത്താനം എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ നേരിട്ട് പറഞ്ഞോളി. അല്ലാതെ അവിടെ ഇവിടെ നിന്നിട്ട് ആരോടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും പറയരുത്. സോഷ്യൽ മീഡിയയൊക്കെ വഴിയാണ്ട് വിട്ട് അതിനെ അങ്ങോട്ട് ചിന്തിച്ചാൽ ഒന്നൊരു പ്രശ്നമല്ല. അല്ല നമുക്ക് ബന്ധുക്കാരുണ്ട്, നമുക്ക് കുടുംബക്കാരുണ്ട്, മാപ്പിളാരുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കരുത്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി എന്താ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പം ഈ കാര്യം തീരുമാനമാകട്ടെ. ഈ വീഡിയോ ഇടുമ്പോൾ എന്താണെന്ന് നമുക്ക് ഉണ്ടാകുമെന്ന് അറിയാലോ. എന്നിട്ട് നമുക്ക് അടുത്ത പറയാം. ഓക്കെ, ഗതികേട് കൊണ്ടാണ് പറയണത്, അല്ലാണ്ട് ഒന്നുമില്ല. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ജീവിതമാണ് ഹൈറെങ്കിൽ പടച്ചും ജീവിപ്പിക്കട്ടെ. അതല്ല മരണമാണ് ഹൈറെങ്കിൽ പടച്ചും മരിപ്പിക്കും ചെയ്യട്ടെ. അപ്പം ജീവിതം മുന്നോട്ട് നയിച്ചാലാണ് നമ്മളെ മക്കൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മക്കളെ നോക്കണം, നമുക്കും രക്ഷപ്പെടണം, ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുത്തണം എന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകട്ടെ. ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴല്ലേ നമുക്കത് അതിൻ്റേതായ ലെവലിൽ കൂടെ നീങ്ങാൻ പറ്റുള്ളൂ. ഭയങ്കര പ്രശ്നമാണ്, നമുക്കറിയാം കേട്ടോ. ജീവിതം ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ജീവിതം. ഞാനെന്ത് പറഞ്ഞാലും വേണ്ടില്ലാന്ന് വെച്ചിട്ടുള്ള ലെവൽക്കാണ് പറയുന്നത്. കാരണം ആരെയും സഹായപ്പം നമുക്ക് ആരെ ചെയ്യാണ്, ആരെ കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിക്കണം. പിന്നെ ഇപ്പം ആരെന്ത് കേട്ടാലും വേണ്ടില്ല, പറഞ്ഞാലും വേണ്ടില്ല. കാണാനിപ്പോൾ 2 നില പെരയിലാണ്, വണ്ടിയുണ്ട്, കാറുണ്ട് എന്നൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷേ അതെങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നുള്ള ആർക്കും മനസ്സിലാവില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ആരും പറയുന്നുണ്ട് വിചാരിക്കൊന്നും വേണ്ട. എന്താണ് പറയണത് മാത്രം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാരിലിപ്പോൾ പറയുള്ളൂ. പറയുകയാണെങ്കിൽ എന്നോട് പറയുക, എന്നെ അന്വേഷിക്കുക, പിടിക്കുക, എന്നിട്ട് എന്താ വെച്ചാൽ പറയുക. അതൊക്കെയാണ് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞിപ്പോൾ കുടി കുത്തിരിക്കുകയാണ്. നമ്മൾ പറയണമെന്ന് ശക്തമായിട്ട് കേൾക്കുക, ശക്തമായിട്ട് അതിനെ അനുകൂലിച്ച് നിൽക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ അനുകൂലിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആരും മുഖം കറുപ്പിക്കാതെ എന്തെങ്കിലും ഇടുമ്പോൾ അതിന് ലൈക്കും കമൻറ്റൊക്കെ അടിച്ചിട്ടാൽ ആർക്കും ഇപ്പോൾ ഒന്നും പ്രശ്നമൊന്നും വരാനൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ അത്രയും പറഞ്ഞിട്ടും ചെയ്താക്കിയിട്ടല്ല നിങ്ങളോട് പറയണത്. ഒരാൾ ബുദ്ധിമുട്ടുകൊണ്ടല്ല മറ്റുള്ളവരുടെ സഹായം തേടുക. അപ്പം അത് നമ്മളെന്ത് ചെയ്യുക, ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് തീർത്തെടുക്കാൻ പറ്റും, നമ്മൾ തീർത്തു കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പഠിച്ച എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്തായാലും എല്ലാവരും ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളുണ്ടാവും മാറ്റി തരട്ടെ. കടമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇപ്പം ഞാൻ അനുഭവിക്കുകയാണ്. കച്ചവടം ചെയ്ത് തൊലയാന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. തൊലഞ്ഞതിപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പം നമുക്കറിയാലോ. കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ഈ കോലത്തിലായത്. ശരിയാവിച്ചിട്ട് അങ്ങനെ ഇട്ട് പോന്നു. എല്ലാം ലോണും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പം എല്ലാം ആകെ കുടുങ്ങി, ഒക്കെ അവിടെ പെൻഡിങ്ങിൽ കിടക്കുക. ജീവിതം ഇങ്ങനെ പോകണ്ടെന്നുള്ളൂ. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകാന്നല്ലാണ്ട് കടക്കാർ വിളിച്ചും കൊണ്ടിരിക്കണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തന്നെ സംഖ്യ വേണം. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നിങ്ങളോട് പറയണത്. ഓക്കെ, ഇപ്പം എല്ലാവരും വീഡിയോ പരമാവധി ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.